إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون. ബഹുമാനിയായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തിന്മ ചെയ്യുന്നതിലേറെ ഗുരുതരമാണ് തിന്മയുടെ മനസ്സുമായി ജീവിക്കുക എന്നത്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് തെറ്റുപറ്റുന്ന ഒരു പ്രകൃതമുള്ളവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുല്ലു ബനി ആദമ ഖത്താഉ. ആദമിന്റെ സന്തതികളിലൊക്കെ എന്ത് സംഭവിക്കും? തെറ്റ് സംഭവിക്കും. എന്നാൽ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. തെറ്റുകാരിൽ ഏറ്റവും ഉത്തമന്മാരെന്ന് പറയുന്നത് തൗബ ചെയ്ത് മടങ്ങുന്നവനാണ് എന്നാണ്. അപ്പൊ തെറ്റ് പല സന്ദർഭങ്ങളിലായി പല സാഹചര്യങ്ങൾക്ക് വിധേയമായി കൊണ്ട് ഒരു പക്ഷേ മനുഷ്യന് സംഭവിച്ചേക്കാം. പക്ഷേ ആ തെറ്റിലേറെ ഗൗരവമാണ് തെറ്റ് സംഭവിച്ചിട്ടും അതിൽ ശഠിച്ചു നിൽക്കുകയും ആ മനസ്സോടുകൂടി തന്നെ ജീവിക്കുകയും ചെയ്യുക എന്ന്. അതാണ് ഇസ്ലാമിൽ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം. തെറ്റിലകപ്പെടുക എന്നാൽ ഒരു കെണിയിൽ വീഴുന്നവനെ പോലെയാണ്. കെണിയിൽ വീണുവെന്ന് നമുക്ക് ഉറപ്പുവരികയും എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അവിടെ തുറന്നു വെക്കപ്പെടുകയും ചെയ്തിട്ട് അതിലൂടെ പുറത്തു കടക്കാതെ ധാർഷ്ട്യത്തോടുകൂടി ആ കെണിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരാളെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇതുപോലെയാണ് ഒരു തെറ്റിലാളാകപ്പെട്ടു. ആ തെറ്റിന്ന് രക്ഷപ്പെടാനുള്ള വഴി മുന്നിലുണ്ട്. പക്ഷെ എന്ത് ചെയ്യൂല? ആ വഴിയിലൂടെ പുറത്തു പോകില്ല. ആ തെറ്റിൽ തന്നെ കിടന്നെന്ത് ചെയ്യും? ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. അതുകൊണ്ടാണ് കുറ്റം ചെയ്ത പ്രതികളോട് നമുക്ക് പലപ്പോഴും വലിയ ദേഷ്യം തോന്നാറുള്ളത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അവരെ വിചാരണ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത്, തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ നമ്മൾ മീഡിയകളിലൊക്കെ കാണാറുണ്ട് അവരുടെ മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങൾ. യാതൊരു കൂസലുമില്ലാതെ 4-5 ആളെ സ്വന്തം കുടുംബത്തിലുള്ള ആളെ അടിച്ചു കൊന്നിട്ട് പോലീസുകാരതിൻ്റെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ യാതൊരു കൂസലുമില്ലാതെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഒന്നും കൂടി ദേഷ്യം വർദ്ധിക്കും, അയാളോട് ദേഷ്യം വർദ്ധിക്കും. അതുപോലെ തന്നെ ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്ത ആളുകൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഞാൻ ചെയ്തിലൊരു കുഴപ്പമില്ല എന്ന് പിന്നെ പറയും ചെയ്യുമ്പോഴാണെന്ത് അയാളോടൊരു ദേഷ്യം നമുക്ക് കൂടുതൽ വർദ്ധിക്കുന്നത്. എന്നാൽ എത്ര വലിയ കുറ്റം ചെയ്ത ഒരാളെയും കയ്യാമം വെച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അയാളൊന്ന് കരഞ്ഞാൽ, എൻ്റെ അടുത്ത് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായിട്ട് അത് കാണുന്ന നമുക്ക് തന്നെ എന്ത് ചെയ്യും? അയാൾ ഒരു സാധുവാണെന്ന് തോന്നിപ്പോകും സ്വാഭാവികമായിട്ട്. ഇവിടെയുള്ള വർക്ക് ചെയ്യണ മനഃശാസ്ത്രം എന്താണെന്ന് ചോദിച്ചാൽ, തെറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല,
ആ തെറ്റിൽ തന്നെ ശഠിച്ചു നിൽക്കുന്നു എന്നതാണ് നമുക്ക് തന്നെ ഒരു വിഷമം, ഒരു ദേഷ്യം മറ്റുള്ളവരോട് ഉണ്ടാകാനുള്ള കാരണം. ഇവിടെ ഇതിലേറെ ദേഷ്യം തൗബ ചെയ്യാതെ തിന്മയുടെ മനസ്സ് നിലനിർത്തുന്നവരോട് പടച്ചോനുണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പടച്ചോൻ പറയുന്നത് നിങ്ങൾക്ക് തെറ്റ് വരും, ആ തെറ്റ് വന്നാൽ നിങ്ങൾക്ക് മടങ്ങാനുള്ള വഴിയുണ്ട്, ഞങ്ങൾക്ക് പുറത്തു തരും എന്നൊക്കെ പറഞ്ഞിട്ടും അത് ചെയ്യാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളുകൾ ആരാണോ അവരോട് പടച്ച തമ്പുരാൻ അങ്ങേയറ്റത്തെ ദേഷ്യമാണ് ഉണ്ടാവുക എന്നാണ്, കോപമാണ് ഉണ്ടാവുക എന്നാണ് പ്രമാണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ സ്വന്തം ഒന്ന് ചിന്തിക്കുക. നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടോ, ചെയ്തിട്ടുണ്ടോ? ആ തെറ്റിപ്പോൾ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. അത് നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചിട്ടുണ്ടോ? എന്താണ് നമ്മളിപ്പോഴത്തെ അവസ്ഥ? റമദാനിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒഴിവാക്കിയ ആ ലഹരി ഇനിയും നമ്മുടെ ജീവിതത്തിലേക്ക് റമദാൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ആ തിന്മയെ മാത്രമേ നമ്മൾ ഇപ്പൊ തൽക്കാലം ഒഴിവാക്കിയിട്ടുള്ളൂ. ആ തിന്മയുടെ മനസ്സിനെ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. അതെപ്പോഴും തിരിച്ചു വരാം. ആ മനസ്സുകൂടി നമ്മളെടുത്ത് പോകണം. ഇപ്പോ റമദാനിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഏതെങ്കിലും അവിഹിത ബന്ധങ്ങൾ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ, ഒരു പുരുഷനോട് അല്ലെങ്കിൽ അന്യ സ്ത്രീയോട് ഒരു അവിഹിത ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ, അത് ശാരീരികമാകട്ടെ, അത് വാട്സപ്പിലാകട്ടെ, മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആകട്ടെ, ആരും കാണാതെയുള്ള ചാറ്റിങ്ങുകളാകട്ടെ, അപ്പൊ റമദാൻ മാസത്തിലേക്ക് കടന്നപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കി തെറ്റാന്ന് മനസ്സിലാക്കിങ്ങാണ്ട് അതിങ്ങനെ മടക്കി വെച്ചു. പക്ഷെ റമദാൻ കഴിഞ്ഞിട്ട് അത് വീണ്ടും ഓപ്പൺ ചെയ്യുകയാണെങ്കിലോ അവിടെ ആ തെറ്റ് തൽക്കാലം നമ്മൾ മാറ്റിവെച്ചിട്ടേ ഉള്ളൂ. ആ തെറ്റിന്റെ സാഹചര്യത്തെയും മനസ്സിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മാറ്റിവെച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പലിശ തൽക്കാലം ഇപ്പോൾ റമദാനിൽ ഇങ്ങനെ ഒഴിവാക്കി നിർത്തി, പക്ഷെ റമദാൻ കഴിഞ്ഞിട്ട് അതിലേക്ക് തന്നെ പോകാനാണ് പരിപാടിയെങ്കിൽ തൽക്കാലം മാറിയിട്ടേ ഉള്ളൂ. ആ മനസ്സ്, ആ പലിശയാകുന്ന മനസ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മാറ്റിവെച്ചിട്ടില്ല. പകയും വിദ്വേഷവും ആരോടെങ്കിലും ഉണ്ട് എങ്കിൽ റമദാൻ മാസമാണ് ഇപ്പൊ തന്നെ കഴിയട്ടെ. ഇന്നാള് സാമൂഹ്യ മാധ്യമങ്ങളിൽ പഠിച്ചു വന്ന ഒരു വോയിസ് ഉണ്ടായിരുന്നു. ലഹരി മാഫിയെ പിന്നെ പിടിച്ചു കൊടുത്തതിന്റെ പേരിൽ ആ പിടിച്ചു കൊടുത്ത ആളുകൾക്കെതിരിൽ ഇവർ മെസ്സേജ് ഇടുകയാണ്. എന്താ, ഈ റമദാനാണ് കഴിഞ്ഞോട്ട് എന്നിട്ട് തന്നെ തീർത്തുതരാം, കാണിച്ചു തരാം. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? റമദാൻ വരെ ഒരു സ്റ്റോപ്പ്, റമദാൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാം മനസ്സിൽ നിന്നിട്ട് പുറത്തു വരിക. അപ്പൊ ആ മനസ്സുണ്ടല്ലോ, ആ പകയും വിദ്വേഷമുള്ള മനസ്സ്, അതവിടെ നിലനിർത്തിക്കൊണ്ട് തൽക്കാലം ഇത് ഹോൾഡ് ചെയ്ത് വെച്ചു എന്നുള്ളത് കൊണ്ട് യാതൊരു കാര്യമില്ല. ഹറാമായ സമ്പാദ്യം ഒരുപക്ഷെ റമദാനിൽ ഇങ്ങനെ ഒഴിവാക്കുന്നുണ്ടാവും, പക്ഷെ അത് റമദാൻ കഴിയുന്നതോടുകൂടി വർദ്ധിത വീര്യത്തോടുകൂടി ചെയ്യാനാണ് കാത്തിരിക്കുന്നതെങ്കിൽ ആ തെറ്റിന്റെ മനസ്സ് നമ്മളിൽ നിന്ന് പോയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. തിന്മയുടെ മനസ്സ് ഒഴിവാക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ എത്ര വലിയ കുറ്റമാണെങ്കിലും തിന്മയാണെങ്കിലും പടച്ച തമ്പുരാനത് പുറത്തുതരുന്നാണ് സുഹൃത്തുക്കളെ പറയുന്നത്. അത്ര വലിയ കാരുണ്യവാനാണ് അല്ലാഹു. അഫലാ യതൂബൂന ഇലല്ലാഹ് വയസ്തഗ്ഫിറൂനഹു വല്ലാഹു ഗഫൂറുർ റഹീം. അപ്പോൾ അവർ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അവർക്ക് അവനോട് പാപമോചനം തേടുകയും ചെയ്തുകൂടെ? അല്ലാഹു ചോദിക്കുകയാണ്. അല്ലാഹുവാകട്ടെ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നുവെന്നാണ്. വഹുവൽ ഗഫൂറുൽ വദൂദ് എന്നാണ് വേറൊരു സ്ഥലത്ത് പറഞ്ഞത്. അവൻ പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം സ്നേഹമുള്ളവനുമാകുന്നുവെന്നാണ്. അവ എത്ര കുറ്റം ചെയ്തിക്കണമെങ്കിലും അത് നമ്മൾ പടച്ചവനോട് ശരിക്കാണ് തുറന്നു പറയണമെങ്കിൽ അള്ളാഹ് നമുക്കത് പുറത്തു തരുന്നതാണ്. പക്ഷെ പൊറുക്കണമെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ 2-3 കാര്യങ്ങൾ അതിനുള്ളിലുണ്ടാവണം. ഇപ്പൊ ഈ അടുത്ത് റമദാനിൽ ചർച്ചയായ വേറൊരു വിഷയമാണെന്ത്, മുസ്ലിങ്ങൾ തെറ്റുകൾ കൂടുതൽ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് എന്നുള്ളത് ആക്ഷേപം വന്നപ്പോൾ അതിന് ചില ആൾക്കാർ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അവർക്ക് അവരുടെ ന്യായം എന്ന് പറയുന്നത് റമദാൻ മാസം ഉണ്ടായിക്കഴിഞ്ഞാൽ നോമ്പ് നോറ്റ് രാത്രി കുറച്ച് നിസ്കരിച്ചൊക്കെ പ്രാർത്ഥിച്ച പോലെ എല്ലാ പാപവും പൊറുക്കും, പിന്നെ അവർക്ക് എന്തും ചെയ്യാന്ന് പറയും. ആ ധൈര്യത്തിൽ വേണം അവരെന്ത് ചെയ്യുന്നത്, തെറ്റ് ചെയ്യുന്നത്. അപ്പൊ തെറ്റായി എന്താണ് ഇസ്ലാമിലുള്ള തൗബ എന്ന് മനസ്സിലാകാതെയാണ് സംസാരം. അങ്ങനെയുള്ള കുമ്പസാരം ഇസ്ലാമിലില്ല. എന്താ അതിന്റെ വ്യവസ്ഥ? ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായി മുക്തമാകണം, ആ ചെയ്ത തെറ്റിൽ ഖേദമുണ്ടാകണം, ഇനി അതിലേക്ക് ഞാൻ ഒരിക്കലും മടങ്ങുകയില്ല എന്ന ഉത്തമ ബോധ്യം വേണം. ഏതെങ്കിലും വ്യക്തികളോട് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയോടത് പൊരുത്തപ്പെടിക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം. ഇങ്ങനെയുള്ള ഷർത്ത് പാലിച്ചാലേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ, നമ്മളെ തൗബ സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട. അല്ലാതെ കുറെ തെറ്റ് ചെയ്യുക, പിന്നെ നമ്മൾ തൗബ ചെയ്യുക, പിന്നെയും തെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടി ഇസ്ലാമിലില്ല. സുമ്മ ഇന്ന റബ്ബക ലില്ലദീന അമിലു അസ്സൂഅ ബിജഹാലത്തിൻ, ജഹാലത്തോടുകൂടി അജ്ഞതയോടുകൂടി
ആ തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ തുമ്മത്താബു പിന്നെ അവർ മടങ്ങുന്നു, തൗബ ചെയ്ത് മടങ്ങുകയും മിൻ ബഅദി ദാലിക അതിനുശേഷം വഅസ്ലഹു എന്നിട്ട് നന്നായി ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം അതിനുശേഷം അല്ലാഹു എല്ലാ കാര്യങ്ങളും ചെയ്യും പുറത്തു കൊടുക്കുന്നവനാണ്, അവൻ പരമകാരുണ്യകനാകുന്നു എന്നാണ്. അപ്പൊ എന്താ തൗബ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും മനസ്സറിഞ്ഞ് ഖേദിച്ച് ചെയ്യേണ്ട ഒരു പണിയാണ്. അങ്ങനെ തന്നെ ചെയ്യണം. സഹോദരങ്ങൾ, റമളാൻ ഇവിടെ അവസാനിക്കണം. നമ്മൾ എത്രത്തോളം അങ്ങനെ മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ അള്ളാഹിനോടൊന്ന് പറഞ്ഞ്, ഇപ്പം ഇന്നലെ 27ാമത്തെ രാവ്, ഇനി ഒരു ഒറ്റയിട്ട രാവും കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് എത്രത്തോളം അതിന് കഴിഞ്ഞു നമ്മൾ ഓരോരുത്തരും ഈ തിരക്കിൻ്റെ ഇടയിൽ ഇന്നലെ ഒന്ന് കൈപൊന്തിച്ച് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരും നിരാശപ്പെടുകയൊന്നും വേണ്ട. അപ്പം ഈ ദിവസം വരെ റമളാൻ വേണ്ട പോലെ അങ്ങോട്ട് ശ്രദ്ധിക്കാനും ഒന്ന് പടച്ചവനോട് പശ്ചാത്തപിക്കാനും പള്ളിയിൽ ഒന്നിരിക്കാനും ഒന്നും ആർക്കും കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ എന്നാൽ ഞാൻ അടുത്ത റമളാനാകട്ടെ എന്ന് കാത്ത് കണ്ട ഇനിയുള്ള ഈ മണിക്കൂറുണ്ടല്ലോ, ഇപ്പോൾ മനസ്സ് മാറിയാൽ മതി. ഈ മണിക്കൂറുകളെങ്കിലും, ഈ ഒരു നോമ്പ് തീരുന്ന ഈ മണിക്കൂറുകളെങ്കിലും നമ്മൾ പ്രയോജനപ്പെടുത്താനാണ് തീരുമാനിച്ച സുഹൃത്തുക്കളെ, ചിലപ്പോൾ അടുത്ത റമളാൻ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ശരിക്കും എന്ത് ചെയ്യുക, ആ നിലക്ക് പടച്ചവനോട് മനമുരുകി പ്രാർത്ഥിച്ച് എന്തൊക്കെ കുറ്റം നമ്മളിന്ന് വന്നു പോയിട്ടുണ്ടോ അതൊക്കെ അള്ളാഹിനോട് നമ്മൾ ഖേദിച്ചു മടങ്ങണം. ഈ തിന്മയിൽ നിന്ന് മടങ്ങിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ചിലപ്പോൾ ശൈത്താൻ നമ്മൾ മനസ്സിൽ അങ്ങനെ തോന്നിക്കുന്നുണ്ടാവും. നിങ്ങൾ അങ്ങനെ പറയുന്നു വേണ്ട, ഞാൻ പോണമായി തന്നെ പോകുള്ളൂ, എനിക്കിപ്പോൾ 68 വയസ്സായി, ഇത്ര കാലം ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ഇങ്ങനെ മരിച്ചു പോട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, തിന്മയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, നമ്മൾ ഈ ദുനിയാവ് തന്നെ ഒറ്റപ്പെടും. നമ്മൾ പരലോകത്തേക്ക് വെക്കൊന്നും വേണ്ട, ഈ തെറ്റിൽ തന്നെ ശടിച്ചു നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചോളി. കുടുംബങ്ങളിലടക്കം അവർക്ക് എന്ത് ചെയ്യൂല, അവസാന കാലമാകുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടൂല. ആണ് വീണ് കിടന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞൊരു സംഭവം. പെട്ടെന്ന് അയാൾ വീണിട്ട് എല്ല് പൊട്ടി പ്രയാസമായി, മൂത്രവും കാഷ്ടവും ഒക്കെ അവിടെ തന്നെ പോണ അവസ്ഥ. ഓപ്പറേഷൻ ചെയ്യണം, സർജറിക്ക് പോലും കുടുംബങ്ങൾ സഹായിക്കാത്തൊരവസ്ഥ. കാരണം അത്ര ദുരിതവും ദുൽമുമാണ് കുടുംബത്തോടും അയൽവാസികളോടും വരെ ചെയ്തിട്ടുള്ളത്. ആകെ അടുത്തുള്ളത് ഭാര്യ മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊരു മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് ഈ തെറ്റിലും കുറ്റത്തിലും ശടിച്ചു നിന്നുണ്ടല്ലോ നമ്മൾ ഒറ്റപ്പെടും ദുനിയാവ് തന്നെ. വേറൊരു വിഷയം എന്താ വെച്ചാൽ, ഒരു പക്ഷേ അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങൾ മറന്ന് ജീവിച്ചാലും ചില ഭൗതിക വിഭവങ്ങളൊക്കെ ഒരു പക്ഷേ നമുക്ക് കിട്ടിയെന്ന് വന്നേക്കാം. പക്ഷെ അത് പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് പോകും. ഖുർആൻ പറയണ നോക്കി നിങ്ങൾ, നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഉത്ബോധനങ്ങൾ നിങ്ങൾ മറന്നു കളഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും ഭൗതികമായ സൗകര്യങ്ങളുടെ വിഭവങ്ങൾ ഒരുപക്ഷേ നിങ്ങൾക്ക് തുറന്നു തന്നേക്കാം. ശരിക്കും ശ്രദ്ധിക്കുക. ഞാൻ ഇങ്ങനെയൊക്കെ ദുൽമ കാണിച്ചിട്ടും പടച്ചവനിക്ക് ഇങ്ങനെ ഐശ്വര്യം തരികയാണല്ലോ എന്നുള്ളതാണ് ചില ആൾക്കാരുടെ ഗർവ്. അള്ളാഹ് പറയാണ് തരുന്ന്, ഞാൻ അങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കും. അവരതിലിങ്ങനെ സന്തോഷത്തിൽ ആറാടി ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കും. ബിമാ ഊതു, അള്ളയാ നൽകിയതിലിങ്ങനെ മുന്നോട്ട് പോകുമ്പോ പെട്ടെന്ന് അവരെ അതാ അള്ളാഹു പിടിക്കുന്നു. അപ്പോൾ അവരതാ നിരാശരായി മാറുകയും ചെയ്യുന്നു. എല്ലാ അവസ്ഥയുണ്ട്, നല്ല ബംഗ്ലാവുണ്ട്, നല്ല സൗകര്യമുണ്ട്, ഒക്കെ ഉണ്ട്. അതിലിങ്ങനെ അടിച്ചു പൊളിച്ചിങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് അവിടെ നിൽക്കുക ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ്, ഒന്ന് കുഴഞ്ഞു വീണ ഒരു സ്ട്രോക്ക് മതി. ഇത് ആർക്കാ ഒന്നുകൂടാത്തത്? അപ്പോഴാണ് ആലോചിക്കപ്പെടച്ചോനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ അപ്പം നിരാശയോടുകൂടി മടങ്ങേണ്ടി വരും. അപ്പൊ രണ്ടാമത്തെ വിഷയം എന്താ വെച്ചാൽ, ഒരു പക്ഷേ ദുനിയാവ് നമുക്ക് കിട്ടുന്നുണ്ടാവും, പക്ഷെ അത് പെട്ടെന്ന് പോകുന്നു മനസ്സിലാക്കുക. പിന്നെ മാത്രമല്ല, നമ്മൾ ഇവിടെ ഇങ്ങനെയുള്ള വിഷയത്തിൽ പടച്ച തമ്പുരാൻ നമ്മളെ എല്ലാ നിലക്കും പരിഗണിക്കണം എന്നുണ്ട് എങ്കിൽ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുക എന്നത് വളരെ പ്രധാനമാണ്. ഏതൊരു തിന്മയിൽ നമ്മൾ ശടിച്ചു നിൽക്കുന്നുവോ അതിനുള്ള തക്കതായ ശിക്ഷ നമ്മൾ മരണാനന്തര ജീവിതത്തിൽ അനുഭവിക്കേണ്ടിയും വരും. അതാണ് വേറൊരു വിഷയം. ഏത് തെറ്റിലാണോ നമ്മളിപ്പോൾ ശടിച്ചു നിൽക്കുന്നത്, എത്ര പറഞ്ഞാലും മാറാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അതിന്റെ ബുദ്ധിമുട്ട് ഓരോന്നിനും കണക്ക് തീർത്ത് നാളെന്ത് ചെയ്യണം, മരണാനന്തര ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ചില ആളുകളുണ്ട് ഈ റമളാനിൽ പോലും അല്ലല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കും, പടച്ചോനല്ലാത്തവർക്ക് നേർച്ച ചെയ്യുകയും ചെയ്ത ആൾക്കാരുണ്ടാവും. നമ്മൾ ഖുതുബകളിലൊക്കെ ആ വിഷയം പറഞ്ഞതാണ്. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ കാരണന്മാരങ്ങനെയാണ്, ഞങ്ങൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതിൽ തന്നെ നിന്നുപോയ ആൾക്കാരുണ്ടാവും. ഞങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ, ലഇൻ അശ്റക്ത ലയഹ്ബത്തന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ.
ശിർക്ക് മനുഷ്യ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ അമലുകളും നമ്മളിന്ന് പൊളിഞ്ഞാണ് പോകും. പിന്നെ ഒന്നുമില്ലാതെയായിരിക്കും പരലോകത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടുക. അതാണ് അതിൻ്റെ പ്രശ്നം. അതുപോലെ തന്നെ ഇപ്പോൾ കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കാരണങ്ങൾക്കാണ് അതിക്രൂരമായ വിചിത്രമായ രീതിയിൽ ആളുകൾ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോടതിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതാണ് ആൾക്കാരുടെ അവസ്ഥ, അല്ലേ? തെളിവും സാക്ഷ്യമാണല്ലോ ഇവിടെ. അവസാനം വിധി വരുന്ന സമയത്ത് CCTV ക്യാമറയിൽ ശരിക്ക് വെട്ടിക്കൊല്ലണ രംഗം കണ്ടാലും തെളിവില്ലാതെ നമ്മൾ കണ്ട് വിടുന്ന അവസ്ഥയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്നത്. എന്നാൽ ഓർത്ത് വെച്ചോളിയും, പരലോകത്ത് വരുമ്പോൾ എന്താ ഉണ്ടാകുക എന്നറിയോ? അവ്വലുമാ യുഖ്ളാ ബൈനൻ നാസി ബിത്തിമാ. ആദ്യം അവിടെ തീരുമാനാക്കുക ആരാരുടെ രക്തം ചിന്തിയോ അതിന്റെ തീരുമാനാക്കിയിട്ട് അവിടെ നിന്ന് വിടുള്ളൂ. ആ കോടതിയിൽ നിന്ന് ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല, രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വ്യഭിചാരം ശരീരം കൊണ്ടും അതുപോലെ തന്നെ കണ്ണുകൊണ്ടും മറ്റുള്ള പല രീതിയിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മോശപ്പെട്ട ചാറ്റിങ്ങുകളിലൂടെയും ഇന്ന് പല രീതിയിലുള്ള വ്യഭിചാരത്തിന്റെ വകുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി റമദാൻ കഴിഞ്ഞാലും ഞാൻ അതിൽ തന്നെ തുടരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എങ്കിൽ മനസ്സിലാക്കുക, റസൂലുള്ളാഹിക്ക് കുറച്ച് ശിക്ഷകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊരു ശിക്ഷ എന്താ അറിയോ? ഒരു അടുപ്പ്, തീയിന്റെ അടുപ്പാണ്. അത് അടിഭാഗം വിശാലമാണ്, മുകൾ ഭാഗം കുടുസാണ്. അതിൽ ആളുകൾ നഗ്നരായിട്ട് ഇങ്ങനെ വെന്തുരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി മുകളിലേക്ക് വരുമ്പോൾ താഴേക്കനാക്കും. അപ്പോ കൂടെയുള്ള മലക്കിനോട് ചോദിച്ചു റസൂലുള്ള, ഇവരാരാണ് എന്ന്. ഓ മലക്ക് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഫഇന്നഹും അസ്സുനാതു വസ്സവാനി. വ്യഭിചാരികളും വ്യഭിചാരിണികളുമാണ് ഈ ചൂളയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ഇവിടുന്ന് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ആ ചൂളയാണ് അത്തരം ആളുകളെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റസൂലുള്ള കണ്ട വേറെ രംഗം എന്താ അറിയോ? ഒരു ചുവന്ന തടാകം, തിളച്ചു മറിയുന്ന തടാകം, അതിലൊരു മനുഷ്യങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അരികുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ കല്ലുകൊണ്ട് അയാളെ വായിലേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, ഇയാളെന്ത് കുറ്റാണ് ചെയ്തത് എന്ന്. അപ്പോ ആ മലക്ക് പറഞ്ഞു കൊടുത്തത് എന്താ അറിയോ? ഫഇന്നഹു ആക്കിലു റിബാ. അവൻ പലിശ തിന്നണോനായിരുന്നു, പലിശന്റെ ഏർപ്പാടുള്ള ആളായിരുന്നു. സുഹൃത്തുക്കളെ, ആ പലിശന്റെ ബന്ധം നമ്മൾ ആ പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ ചുവന്ന തടാകമാണ് അത്തരം ആളുകളെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ രംഗം കാണുന്നുണ്ട്. എന്താ പറയുക? ഇവിടുന്ന് ഈ രണ്ട് ഭാഗത്തുനിന്ന്, ഈ ചുണ്ടിന്റെ ഇവിടുന്ന് രണ്ട് ഭാഗത്തുനിന്നും ഒരു ഇരുമ്പിന്റെ കൊളുത്തിട്ടിട്ട് വലിച്ചിട്ട് കണ്ണടക്കം ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുക ഒരാളുടെ. അതാരാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു കൊടുത്തത് ആരറിയോ? ഫഇന്നഹു റജുലു യഗ്ദൂ മിൻ ബൈതിഹി. ആ അത്തരം ആളുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ നേരം വെളുക്കുമ്പോൾ പുറത്തു കണ്ടിറങ്ങും, വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഫയക്ദിബുൽ കദ്ബത തബ്ലുഗുൽ ആഫാഖ്. ചക്രവാളം മുട്ടേ അവരെന്ത് ചെയ്യും? കളവുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഹദീസിന്റെ ഒരു പ്രയോഗം നോക്കി നിങ്ങൾ, ചക്രവാളം മുട്ടയെന്നാണ്. ഇപ്പൊ നമുക്കത് മനസ്സിലാവും അല്ലേ? ഇപ്പൊ ഒരാളൊരു സെക്കൻഡ് കൊണ്ട് പിന്നെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എന്തിലൊരു സംവിധാനത്തിൽ ഒരു വിദ്വേഷം, ഒരു കളവൺ വിട്ട് കഴിഞ്ഞാൽ അത് ചക്രവാളം മുട്ടയെടുത്തു. ഇതാണ് നിരന്തരം കളവ് പറയുക. അങ്ങനത്തെ ആളുകൾക്കാണ് ആ ശിക്ഷ ഏൽക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കളവ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അത് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് ഈ ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ വേറൊന്ന് കാണുന്ന ഒരു വലിയൊരു കല്ല്, ആ കല്ലൊരു മനുഷ്യന്റെ തലയിലേക്ക് ഇടും, ആ തല ചിന്നിച്ചെതറിപ്പോവും. വീണ്ടും ആ തല ഒരുമിച്ച് കൂടും, വീണ്ടും ആ കല്ലിടും. അപ്പൊ ചോദിച്ചു, ഇയാൾ ചെയ്ത കുറ്റം എന്താണ്? അപ്പൊ പറഞ്ഞു കൊടുത്താൽ എന്താ അറിയോ? ഫഇന്നഹു റജുൽ. ആ മനുഷ്യൻ യഖുദുൽ ഖുർആൻ, അദ്ദേഹം ഖുർആനിനെ സ്വീകരിച്ചു. ഫയർഫുലഹു, എന്നിട്ട് അതിനോട് ഉപേക്ഷിച്ചു. ഖുർആനൊക്കെ പഠിച്ചു, നല്ല കോളേജിലൊക്കെ പോയി, അതിന് വിവരമൊക്കെ ഉണ്ടായിരുന്നു, കുറെ പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതെന്ത് ചെയ്തില്ല? ജീവിതത്തിൽ അയാൾ ഉണ്ടായില്ല. പിന്നെയോ വയനാമു അനി സ്വലാത്തിൽ മക്തൂബ, നിർബന്ധ നമസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങും ചെയ്തു, നിസ്കരിക്കാതെ കിടന്നുറങ്ങും ചെയ്തു. ആ ആൾക്കുള്ള ശിക്ഷയാണ് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന്. സുഹൃത്തുക്കളെ, ഇപ്പൊ ഖുർആനായിട്ട് നമ്മൾ കുറെ അടുത്ത് വന്നതാണ്. ഇനി ഈ ഖുർആൻ നമ്മൾ ഒഴിവാക്കിയാൽ അവരെ കാത്തിരിക്കുന്നത് ഈ ശിക്ഷയാണ്. ഇങ്ങനെ ഓരോന്നിനും കണക്ക് തീർത്ത് പരലോകത്ത് കിട്ടും. അതുകൊണ്ട് ഈ റമദാനില് ഇനി പടച്ചോനോട് കരഞ്ഞ് പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ, ഇത് പറഞ്ഞ് കഴുകിയിട്ട് വേണം നമ്മൾ പോകാൻ. ഈ സമയം മുതൽ നമ്മൾ ഇതുവരെ നമ്മൾ വേണ്ടതുപോലെ മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ സമയം മുതൽ അത് നമ്മൾ തീരുമാനിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ തിന്മയിൽ നിന്നൊക്കെ മടങ്ങിയുള്ള ഗുണം എന്താ അറിയുക? അതും കൂടി നമ്മൾ ആലോചിക്കണം. പടച്ചോൻ റഹ്മാനാണ്, റഹീമാണെന്ന് പറയുന്നതിന്റെ ഗൗരവം കൊണ്ട് മനസ്സിലാവും. നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തു? ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി? 50 വയസ്സായി. ആ 50 വയസ്സ് വരെ നിങ്ങൾ ചെയ്ത് എന്തൊക്കെ തെറ്റുണ്ടോ
ആ തെറ്റ് മുഴുവൻ ശരിക്ക് ഖേദിച്ച് ഇനി ഞാൻ മടങ്ങൂലയിക്കെന്നും പറഞ്ഞ് ഇനി ഞാൻ ലഹരി ഉപയോഗിക്കൂല, ഇനി ഞാൻ വ്യഭിചരിക്കൂല, ഇനി ഞാൻ അന്യ പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് ആ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടില്ല എന്ന് ഉറപ്പിച്ച് നമ്മൾ അള്ളാഹിനോട് തൗബ ചെയ്യുകയാണെങ്കിൽ നമ്മളെ മനസ്സിന് പോലും ഉൾക്കൊള്ളാത്ത ഓഫറാണ് അള്ളാഹ് പറയുന്നത്. എന്താ അറിയോ? ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. തൗബ ചെയ്യുകയും അതുപോലെ തന്നെ അമൽ സാലിഹാത്തുകൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്ത ആളുകൾ ഫൗലൈക കൂട്ടരെ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം അവർ ചെയ്ത സയ്യിആത്തുകൾ, അവർ ചെയ്ത തെറ്റുകുറ്റങ്ങളെ അവർക്കെന്ത് ചെയ്യും? ഹസനാത്തുകളാക്കി കൊടുക്കും. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അതൊക്കെ നന്മയാക്കി കൊടുക്കും. ആലോചിച്ചു, മദ്യപിച്ചതും അതുപോലുള്ള തെറ്റ് ചെയ്തതൊക്കെ പടച്ചോൻ ചെയ്യും, അയാൾക്ക് നന്മയാക്കി കൊടുക്കും. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടത്? പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും തൗബ ചെയ്യാത്ത മനുഷ്യന്മാരില്ലേ? ഇല്ലേ? ഉണ്ട്. എന്നാലും റമദാനാണ് കഴിയട്ടെ. റമദാനിലെ തൊപ്പിയും റമദാൻ കഴിഞ്ഞാൽ കുപ്പി എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് സാധാരണ. ഇതാണ് കഴിഞ്ഞാൽ ഇപ്പോൾ SSLC കഴിഞ്ഞ കുട്ടികളെ കൊണ്ടുവരാൻ പോലീസുകാരും പിന്നെ രക്ഷിതാക്കളൊക്കെ നമ്മൾ കണ്ടില്ലേ സ്കൂളുകളിൽ. ഇതേപോലെ റമദാനാണ് കഴിഞ്ഞാലുണ്ട് പൊട്ടാൻ വേണ്ടി കാത്തുക്കുന്ന സ്വഭാവം. അതുള്ളതുകൊണ്ട് തന്നെയാണ് അള്ളാഹ് ഇത്രയും ഓഫർ പറയുന്നത്. എന്നാലും ആൾക്കാർ മാറൂല. അവർക്കുള്ളത് ആ സുഹൃത്തുക്കളെ നരകം എന്ന് പറഞ്ഞാൽ ആ നരകത്തിൽ നമ്മൾ കത്തിജ്വലിക്കും. യസ്ലൗനഹാ യൗമദ്ദീൻ, അന്നേ ദിവസം പറഞ്ഞ് കടന്ന് എരിയുമെന്നാണ്. മരിക്കൂല, ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല, അനുഭവിക്കേണ്ടി വരും. ഒരു തൊലി ഇങ്ങനെ കത്തി പോകുമ്പോൾ അടുത്ത തൊലിന് തരും. എന്തിനാ നരകത്ര ഗൗരവമാക്കി നമ്മളിങ്ങനെ പല ആൾക്കാരും ചോദിക്കലുണ്ട്. ഇത്രയും ഓഫർ തന്നിട്ട്, അതായത് നിങ്ങൾ ചെയ്ത തിന്മ മുഴുവൻ നന്മയാക്കി തരാം തൗബ ചെയ്ത മനുഷ്യ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പോകുന്നവന് ഈ നരകമല്ലാതെ പിന്നെന്താ കൊടുക്കുക? അതുകൊണ്ടാണ് അള്ളാഹു കാരുണ്യവാനാണെന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് ഈ തൗബ ചെയ്താൽ പിന്നെ പരലോകത്ത് എന്താ കിട്ടുക? സ്വർഗ സുഹൃത്തുക്കളെ, മരണമില്ലാത്ത സ്വർഗം. നമുക്ക് ആ സ്വർഗമല്ലേ വേണ്ടത്? ആ സ്വർഗത്തേക്ക് പോകാൻ നമ്മളുണ്ട് ഒരുങ്ങി. എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഈ റമദാനിൽ നേടിയ കാര്യം നിലനിർത്താൻ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ. ഒന്ന്, ജമാഅത്ത് നിസ്കാരം ഇനി വിടാതെ നിസ്കരിക്കുക. ജമാഅത്ത് ശരിക്കും പള്ളിയിൽ പോയിട്ട് തന്നെ ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റിലേക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല. അതേപോലെ തന്നെ ഖുർആനുമായുള്ള ബന്ധം ഇപ്പം നമുക്കുണ്ട്, അത് തുടരുക. ഒരു ഖുത്ബ മുഴുവനായിട്ട് കേൾക്കുക, ഒരു ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുക. എന്നാൽ ഈ ബന്ധം നമുക്ക് നിലനിർത്താൻ പറ്റും. മൂന്നാമത്തെ എന്താ അറിയോ? നമ്മളെ കൂട്ടുകെട്ട് നന്നാക്കുക. നല്ല കൂട്ടുകാരുടെ ഒപ്പം നമ്മൾ ജീവിക്കുക. കൂനും ആസ്വാദിക്കുക എന്ന് പറഞ്ഞാൽ നല്ലവരോടൊപ്പം നിങ്ങൾ നടക്കുക. അതെന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം വേറുള്ളവരോട് ഉപദേശിച്ചു കൊടുക്കുക. ഇതിനാണ് ദഅവത്ത് പ്രബോധനം എന്നൊക്കെ പറയാം. തുണി അലക്കുന്നത് പോലെയാണ് പ്രബോധന പ്രവർത്തനം എന്ന് പറയും. തുണി അലക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ തുണിയിൽ അഴുക്ക് പോകുന്നതോടൊപ്പം നമ്മുടെ കയ്യും വൃത്തിയാവും. ഇതേപോലെ നമ്മൾ മറ്റൊരാളോട് നന്മ ഉപദേശിക്കും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നന്നാവും. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ദഅവ പ്രവർത്തന മേഖലയിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ ഈ റമദാനിൽ നേടിയ നന്മ നമുക്ക് മരണം വരെ നമുക്ക് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുന്ന ഈ സമയത്ത് 2 കാര്യങ്ങൾ പ്രധാനമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതാണ്, എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ കഴുകിക്കളയാനുള്ള ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത്. രണ്ടാമത്തൊരു കാര്യം, അറബി മാസം അവസാനിക്കുമ്പോൾ നോമ്പ് അവസാനത്തിലേക്ക് പോകുമ്പോൾ നോമ്പ് 29-ന് മാസപ്പിറവി നമ്മൾ നിരീക്ഷിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അപ്പം എന്നാണ് 29? ഈ ഞായറാഴ്ചയാണ്. നമ്മളെല്ലാവരും കേരളത്തിൽ മാസപ്പിറവി കണ്ടതനുസരിച്ച് 29ാമത്തെ നോമ്പ് വരുന്നത് ഈ വരുന്ന ഞായറാഴ്ച അഥവാ മാർച്ച് 30-ാം തീയതിയാണ്. അപ്പം അന്ന് നോക്കിയിട്ട് അന്ന് ഏകദേശം കഷ്ടി 1 മണിക്കൂർ സമയം ചക്രവാളത്തിൽ ചന്ദ്രനുണ്ട്. കാണാൻ സാധ്യത ഏറെയുള്ളതാണ്. വലിയ ഇരുട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കാണും. അങ്ങനെ കാണുകയാണ് എങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും പെരുന്നാളായിട്ട് വരിക. അന്ന് കണ്ടില്ല, എവിടെയും കണ്ടില്ല എങ്കിൽ മാത്രമേ അത് ചൊവ്വാഴ്ചയിലേക്ക് പോവുകയുള്ളൂ. അതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെന്താണ് ബേസ്? സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി. നിങ്ങൾ മാസം കണ്ട നോമ്പ്
നോൽക്കുക. മാസം കണ്ടാൽ എന്ത് ചെയ്യുക? അത് അവസാനിപ്പിക്കുകയും ചെയ്യുക. എന്നാൽ ഫൈൻ ഉമ്മ അലൈക്കും ഫഖദിറൂ ലഹു, ചക്രവാളത്തിൽ ചന്ദ്രൻ ഉണ്ട്, പക്ഷെ കാർമേഘം കൊണ്ട് മൂടിപ്പോയി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ 30 പൂർത്തീകരിക്കണം. ഇതാണ് ഇതിന്റെ ബേസ്. ഈ മാസപ്പിറവിന്റെ കാര്യം പറയുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ആശയക്കുഴപ്പം. ഒരാശയക്കുഴപ്പമുണ്ട്. ഈ ഹദീസ് കൃത്യമായിട്ടാണ് ഇപ്പോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരാശയക്കുഴപ്പവും നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാവില്ല. പക്ഷെ ആളുകൾ ഇങ്ങനെ ഓരോ കാലം മുന്നോട്ട് പോകുമ്പോൾ എല്ലാതും പുരോഗമിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു പുരോഗമനം കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ പുരോഗമനം എന്ന് വെച്ചാൽ അതൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്ത് ഈ ഉപകരണവും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കാണാൻ പറഞ്ഞത്. ഇപ്പോൾ കണക്കും കലണ്ടറും കാര്യങ്ങളൊക്കെ കൃത്യമുള്ളത് കൊണ്ട് ഇനി ആകാശത്തേക്ക് നോക്കണ്ട, ഇനി കലണ്ടർക്ക് നോക്കിയാൽ മതി. അതായത് മാസം നോക്കുക എന്ന് പറഞ്ഞതിന് പുതിയ വ്യാഖ്യാനം എന്താ? കണക്കൊണ്ട് നോക്കിയാൽ മതി, കണ്ണുകൊണ്ട് നോക്കേണ്ട കാര്യമില്ല. ഇത് പുതിയ വാദമാണ്, ഇത് നൂതനമായ വാദമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ അംഗീകരിക്കുകയാണ് എങ്കിൽ, ഈ നൂതനവാദം അംഗീകരിച്ചാൽ ഈ ഹദീസ് നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം ഈ ഹദീസ് പറഞ്ഞാൽ എന്താ? ചക്രവാളത്തിലുണ്ട്, ശരിക്കും ശ്രദ്ധിക്കണം, ചന്ദ്രനുണ്ട്, പക്ഷെ കാർമേഘം കൊണ്ട് കാണുന്നില്ല. ഇവരുടെ ഈ വാദപ്രകാരമാണെങ്കിൽ എന്താ വേണ്ടത്? അവിടെ ഉണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്താൽ തുടങ്ങാലോ എന്ന് പറയാലോ. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞ എന്താ? ഫൈൻ ഉമ്മ അലൈക്കും ഫഖദിറൂ ലഹു, കാർമേഘം കൊണ്ട് മൂടിപ്പോയാൽ അവിടെ ഉണ്ടാകാം, പക്ഷേ നിങ്ങൾക്ക് ഒന്നായി എണ്ണാൻ പാടില്ല, നിങ്ങൾ 30 തികക്കണം എന്നാണ്. അപ്പൊ എങ്ങനെ പിന്നെ കണക്കോട് നോക്കുക? എവിടെയും കണക്കിലായാൽ മതി, കാണേണ്ട കാര്യമില്ല എന്ന് പറയാൻ പറ്റൂല. ഈ ഹദീസിന് അത് എതിരാണ്. പിന്നെ ചില ആളുകൾ പറയുന്നത് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് നോമ്പ് നഷ്ടമാവൂലേ? പിറ്റേ ദിവസം നോക്കുമ്പോൾ വലുതായിട്ട് ചന്ദ്രൻ അങ്ങനെ കാണും, അപ്പോൾ ഒരു നോമ്പ് എന്തായാലും നഷ്ടമായി. അജ്ഞതയുടെ ആൾ രൂപമാണ് ആ കാണുന്നത്. അതായത് അവിടെ ചക്രവാളത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രം അത് ഹിലാലാവൂല. ഹിലാലാകുക എപ്പോഴറിയോ? മനുഷ്യന്മാർ കണ്ട് ശബ്ദമുണ്ടാക്കുമ്പോഴാണ്, അപ്പോഴാണ് അത് ഹിലാലാകുക. അപ്പൊ അവിടെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. മൂടിപ്പോയ ഒരു സംഗതി പിറ്റേ ദിവസം വരുമ്പോൾ കുറച്ച് വലുതായിട്ട് വരും. ആർക്കതറിയാത്തത്? പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നാണ് ഒന്ന്. അത് നമ്മൾ ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആ അജ്ഞത ആരും പറയാൻ പാടില്ല. ഒരു നോമ്പും ആർക്കും നഷ്ടപ്പെടില്ല. നമ്മൾ എന്ന് കണ്ടോ അന്ന് മുതലാണ് നമ്മൾ ഒന്ന് എണ്ണേണ്ടത്. ഇതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പിന്നെ ഹിലാല് കണ്ടാൽ ഒരു പ്രാർത്ഥന ഉണ്ട്. അപ്പൊ ഇനി ഈ ആകാശത്തേക്ക് നോക്കണ്ട എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യേണ്ടി വരും? കലണ്ടർക്ക് നോക്കി പ്രാർത്ഥിക്കേണ്ടി വരും. അതൊക്കെ ശരിയായ നിലപാടാണ്? നിങ്ങളൊന്ന് ആലോചിച്ചു. അതൊന്നും ശരിയായ നിലപാടല്ല. മാത്രമല്ല, ആധുനിക സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ ലോകത്ത് അഹ്ലുസുന്നയുടെ അഖീദ് അംഗീകരിക്കുന്ന ഒരുപാട് ലോകരാജ്യങ്ങളുണ്ട്, അതുപോലെ പണ്ഡിതന്മാരുണ്ട്. അവിടെയൊക്കെ അതിനൂതനമായ സാങ്കേതിക വിദ്യ ഉണ്ട്. ഇപ്പോൾ ഹറമിൽ പോയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ? അവിടത്തേക്ക് സാങ്കേതിക വിദ്യ എന്താ? അവിടെ ക്ലീനിങ് അത്ര ഉഷാറാ, എല്ലാ സൗകര്യങ്ങളും, എല്ലാ ശാസ്ത്രീയ സംവിധാനങ്ങളും അതൊക്കെ ഉള്ള രാജ്യം എന്ത് ചെയ്യുന്നുണ്ട്? 12 മാസം നോക്കുന്നുണ്ട്. ഈ ഹദീസ് വെച്ചിട്ട് നോക്കാതിരിക്കണില്ല. അതിന് പ്രത്യേക മന്ത്രാലയമുണ്ട്, അത് പ്രത്യേകമായി അവരുടെ സൈറ്റിൽ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ലോകത്ത് അഹ്ലുസുന്നയ്ക്ക് ആർക്കും ഇല്ലാത്ത ഒരു പുതിയ വാദമാണ് ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഐക്യത്തിന്റെ പേരിലാണ് കൊണ്ടുവരിക. പക്ഷെ ഐക്യത്തിന്റെ പേരിൽ കൊണ്ടുവന്നിട്ട് ഭിന്നിപ്പിലേക്കാണ് പലപ്പോഴും പോകാറുള്ളത്. ഇങ്ങനത്തെ ആൾക്കാർ ഒരു ന്യൂനപക്ഷം ഉണ്ടാവും, ഇവിടെ അവർ മാറി നിങ്ങാണ്ട് വേറെ ചെയ്യും. അപ്പൊ ഐക്യമല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പിന്നെ പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിനുള്ള ദിവസമാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയം ഇങ്ങനത്തെ രീതിയിലേക്ക് ആളുകൾ പോയാൽ എന്താ സംഭവിക്കുക? ഒരു വീട്ടിൽ തന്നെ എന്ത് സംഭവിക്കും? നേരത്തെ നോമ്പ് തുടങ്ങിയ ആളുകൾക്ക് നോമ്പ് കയറും, നോമ്പിന്റെ എണ്ണം കൂടും. അപ്പൊ ചില ആൾക്കാർ നോമ്പ് നോൽക്കൂല, ചില ആൾക്കാർക്ക് നോമ്പുണ്ടാവും, വേറെ കുറച്ച് ആൾക്കാർക്ക് നോമ്പും ഉണ്ടാവില്ല, പെരുന്നാളും ഉണ്ടാവില്ല, ചില ആൾക്കാർക്ക് പെരുന്നാളുണ്ടാവും. അങ്ങനെ ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്ത രീതിയിലായ എന്ത് സന്തോഷം പിന്നെ അവിടെ ഉണ്ടാകുക. അപ്പൊ അതൊക്കെ ഉണ്ടാകുന്നത് ഈ നൂതനവാദങ്ങൾ കൊണ്ടാണ്. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോടത്ത് നിന്നാൽ മതി. എന്ത്? മാസം നോക്കുക, കണ്ടാൽ പിറ്റേ ദിവസം ഒന്നായിട്ട് പ്രഖ്യാപിക്കുക. ഇതിന് ഹദീസ് ഉണ്ട്, അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ നമ്മൾ ചമക്കേണ്ടതില്ല. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, പെരുന്നാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സുന്നത്തുകൾ നമ്മൾ ഓർക്കണം. അതിൽ ഏറ്റവും പ്രധാനം അന്ന് നെയ്യത്ത് വെച്ചുകൊണ്ട് തന്നെ കുളിക്കണം. ഇന്ന് പിന്നെ പെരുന്നാൾ ദിനമാണ് എന്ന് നെയ്യത്ത് വെച്ച് ആ കുളിക്ക് പ്രത്യേക പുണ്യമുണ്ട്, സുന്നത്താണ്. നല്ല വസ്ത്രം ധരിക്കണം, പുരുഷന്മാർ സുഗന്ധം ധരിക്കണം. അതുപോലെ തന്നെ ചെറിയ പെരുന്നാളിനാവുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പുറപ്പെടേണ്ടത്. ഏറ്റവും നേരത്തെ പുറപ്പെടണം. 7:15 നമ്മുടെ ഈ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈദ്ഗാഹ് നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുക. അപ്പം അതിന് മുമ്പ് തന്നെ അവിടെ എത്താവുന്ന രീതിയിൽ നമ്മൾ വരിക. തക്ബീർ മാസം കണ്ടത് മുതൽ നമസ്കാരം തുടങ്ങുന്നതുവരെയാണ് ചെറിയ പെരുന്നാളിൻ്റെ തക്ബീർ അനുഷ്ഠിക്കേണ്ടത്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ പ്രമാണത്തിലുള്ളതുപോലെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.